ഇന്റർനെറ്റിൽ ട്രെൻഡിംഗ് ആവുകയാണ് തുടച്ചു നീക്കി എന്ന വാക്ക്. ഇന്റർനെറ്റിൽ തുടച്ചു നീക്കി എന്ന് സെർച്ച് ചെയ്താൽ വരുന്ന ചിത്രം ഇസ്രയേൽ അക്ഷരാർത്ഥത്തിൽ തുടച്ചു നീക്കിയ ഹിസ്ബുള്ള ഭീകരന്മാരുടെ ചിത്രങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ വധിച്ച ഹിസ്ബുള്ള നേതാക്കളുടെ പട്ടിക ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടു. ഹിസ്ബുള്ള നേതാക്കളുടെ ചിത്രങ്ങളുണ്ട്, അവരുടെ സ്ഥാനങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഒരു ചാർട്ട് എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചാണ് ഇസ്രായേൽ സൈന്യം ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഇന്റർനെറ്റിൽ തുടച്ചു നീക്കി എന്ന് സെർച്ച് ചെയ്തപ്പോൾ വന്ന ചിത്രം, ഇങ്ങനെ ഒരു ക്യാപ്ഷനിലാണ് എക്സിൽ ലിസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഹിസ്ബുള്ള നേതാക്കളുടെ ഓരോരുത്തരുടെയും നേരെ എലിമിനേറ്റഡ് എന്ന ചിത്രത്തിൽ ചേർത്തിട്ടുണ്ട്. ഹസൻ നസ്രുള്ള, അലി കർക്കി, നബിൽ കൗക്ക്, മുഹമ്മദ് അലി ഇസ്മായിൽ, ഇബ്രാഹിം മുഹമ്മദ് ഖബീസി, ഇബ്രാഹിം ഖുബൈസി, ഇബ്രാഹിം അഖീൽ, അഹമ്മദ് വഹ്ബി, ഫുആദ് ശുക്ർ, മുഹമ്മദ് നസർ, താലിബ് അബ്ദുള്ള തുടങ്ങിയവരെ ആക്രമണത്തിൽ വധിച്ചു എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒക്ടോബർ 7 മുതൽ സെപ്റ്റംബർ 6 വരെ ലെബനനിലെ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ കുറഞ്ഞത് 9613 ആക്രമണങ്ങളെങ്കിലും നടന്നിട്ടുണ്ട്. ഈ ആക്രമണങ്ങളിൽ 82% നടത്തിയത് ഇസ്രായേൽ. ഏകദേശം 646 പേരാണ് ലെബനനിൽ കൊല്ലപ്പെട്ടത്. ഹിസ്ബുള്ളയുടെ ആക്രമണത്തിലാകട്ടെ കുറഞ്ഞത് 32 ഇസ്രായേലികളും കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ള നേതാവ് ഫുവാദ് ശുക്റിനെ ഇസ്രായേൽ വധിച്ചതും കാര്യങ്ങൾ വഷളാക്കിയിരുന്നു. സംഭവം ഇങ്ങനെയൊക്കെ ആയിരുന്നു എങ്കിലും ഇരുഭാഗവും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കടക്കാൻ തയ്യാറായിരുന്നില്ല. ഓഗസ്റ്റ് 25 ഒരു മുൻകരുതൽ ആക്രമണം എന്ന പേരിൽ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമ സൈനിക നീക്കമാണ് നെതന്യാഹുവിന്റെ ധൈര്യം എന്നാണ് പല നിരീക്ഷകരും ചൂണ്ടിക്കാട്ടിയത്. ഗീദോൻ സാറിനെ പോലൊരാളെ പ്രതിരോധ മന്ത്രിയാക്കാൻ തീരുമാനിച്ചിരുന്നു. യോവ് ഗാലന്റിനെ മാറ്റാനുള്ളൊരു നീക്കം നടത്തിയിരുന്നു. പക്ഷേ ഇതിനെതിരെയൊക്കെ അമേരിക്ക രംഗത്ത് വന്നിരുന്നു. പക്ഷേ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം താൻ എപ്പോഴും തന്റെ നിലനിൽപ്പ് മാത്രമാണ് വിഷയമാക്കിയിരുന്നത്. ആരെയൊക്കെ ബലി കൊടുക്കേണ്ടി വന്നാലും അത് നിർദാക്ഷിണ്യം നടപ്പിലാക്കുന്ന ഒരു രീതിയാണ് നെതന്യാഹുവിൻ്റെത്. ഹിസ്ബുള്ളയെ തച്ച് തകർക്കാതെ പിന്നോട്ടില്ല എന്ന് ഉറപ്പിച്ച് ഇസ്രായേൽ നിലപാടിപ്പോഴും കടുപ്പിക്കുകയാണ്. ലെബനന്റെ ആകാശത്തിൽ വ്യോമാക്രമണത്തിൽ വിറയൽ ഉണ്ടാകുന്നു. അമേരിക്ക അടക്കം വെടിനിർത്തൽ ആവശ്യവുമായി മുന്നോട്ട് വന്നിട്ടും ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസ്രുള്ളയെ കൊലപ്പെടുത്തി ഇസ്രായേൽ നയം വ്യക്തമാക്കി. ഹിസ്ബുള്ളയെ പിന്തുണച്ച് ഇസ്രായേലിനെതിരെ പിന്നിൽ നിന്ന് യുദ്ധം നയിച്ച ഇറാൻ സമാധാന ഉടമ്പടിക്ക് നിൽക്കാതെയുള്ള ഇസ്രായേൽ മുന്നേറ്റം കടുത്ത ഭയാശങ്കയ്ക്ക് ഇട നൽകിയെന്ന് വിലയിരുത്തുന്നു. ഹമാസ് രാഷ്ട്രീയ തലവൻ ഇസ്മായിൽ ഹനിയായെ ഇറാന്റെ തലസ്ഥാന നഗരിയിൽ വെച്ച് കൊന്ന ഇസ്രായേലിനെ തിരിച്ചടിക്കുമെന്ന് വെല്ലുവിളിച്ചിട്ട് പോലും നടക്കാത്ത സാഹചര്യത്തിൽ നിന്നാണ് ഹിസ്ബുള്ള തലവന്മാരുടെ നാശത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇറാനെ സംബന്ധിച്ചും വല്ലാത്ത തിരിച്ചടിയിൽ പതറി നിൽക്കുന്ന അവസ്ഥയിലേക്കാണ് ഇസ്രായേലിന്റെ നീക്കങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടതോടെ ഇറാൻ തങ്ങളുടെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു. നസ്രുള്ളയുടെ കൊലപാതകത്തിൽ പ്രതികാരം ചെയ്യാതെ പോകില്ല എന്ന് നേരത്തെ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി ശപഥമെടുത്തിരുന്നു. എന്നാൽ ഇസ്രായേൽ തിരിച്ചടിയിൽ ഹിസ്ബുള്ളയേക്കാൾ ഉലഞ്ഞ ഇറാൻ നേതാവിനെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി ധൈര്യം സംഭരിച്ചിരിക്കുകയാണ് ഇറാൻ ഭരണകൂടം നേരിട്ട് ഇടപെട്ടാണ് ഖമേനിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതിന് പിന്നാലെ ഇറാൻ പ്രസിഡന്റായ മസൂദ് പെസഷ്കിയാന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് ഇസ്രായേലിനോട് മുന്നിൽ നിന്ന് പോരാടാൻ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. പലസ്തീൻ വിഷയത്തിൽ പലകുറി ഹമാസിനൊപ്പം നിന്ന് എതിരിട്ടിട്ടും ഗാസയിൽ പിൻവാങ്ങാതിരുന്ന ഇസ്രായേലിനെ ഹിസ്ബുള്ളയെ മുന്നിൽ നിർത്തി ആക്രമിക്കാനാണ് ഇറാൻ ശ്രമിച്ചത്. എന്നാൽ അതിനിപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് ലഭിച്ചത് വലിയ ഒരു വില. റഷ്യയുമായുള്ള വാണിജ്യ നയതന്ത്ര ബന്ധവും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പിന്തുണയും പല ഘട്ടങ്ങളിലും ഇറാനെ ഇസ്രായേലിനെതിരെ യുദ്ധകാഹളം മുഴക്കാൻ ധൈര്യം നൽകിയ ഘടകങ്ങളായിരുന്നു. ഇപ്പോഴും ഇസ്രായേലിനെതിരെ റഷ്യ ശക്തമായ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. എന്നാലും കൈവിട്ടൊരു കളിക്ക് തയ്യാറാവാതെ നിൽക്കുന്നത് ഉക്രൈൻ പ്രശ്നം വല്ലാതെ രാജ്യത്തെ കലുഷിതമാക്കിയതിനാലാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ ഉക്രൈന് നൽകുന്ന പിന്തുണ കണ്ട് ആണവായുധ ഭീഷണി വരെ മുഴക്കി റഷ്യയെ പ്രതിരോധിക്കാൻ കയ്യിലുള്ള എല്ലാ അസ്ത്രങ്ങളും പ്രയോഗിക്കുന്ന പുടിന് ഇറാന്റെ ഭയാശങ്കകൾ കൂടി കണക്കിലെടുക്കാനുള്ള ആവതില്ല എന്നതാണ് മറ്റൊരു കാര്യം. ഇസ്രായേൽ ഹമാസിനെ അടിച്ചടിയിൽ നിന്നും ഹിസ്ബുള്ളയിലേക്ക് എത്തി തച്ച് തകർത്ത് മുന്നോട്ട് പോകുന്ന യുദ്ധവെറിയിലാണ് നയതന്ത്ര ലോകത്ത് തങ്ങളെ പിന്തുണയ്ക്കുന്ന US-ന്റെയും ഫ്രാൻസിന്റെയും എല്ലാ സമാധാന ഉടമ്പടി ശ്രമങ്ങളെയും റഷ്യയുടെ ഭീഷണിയും തള്ളിക്കളഞ്ഞ് ഹിസ്ബുള്ളയെ വേരോടെ പിഴുതെറിയും എന്ന് പറഞ്ഞുള്ള ആക്രമണം ഇസ്രായേൽ തുടരുന്നത്. തങ്ങളുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ അമേരിക്ക ഉൾപ്പെടെ 12 രാജ്യങ്ങൾ നിർദ്ദേശിച്ച 21 ദിവസത്തെ വെടിനിർത്തലിനായുള്ള സമാധാന ഉടമ്പടി അംഗീകരിച്ച് തങ്ങളുടെ സൈനിക നീക്കം താൽക്കാലികമായി നിർത്താൻ ഇസ്രായേലിന് ഉദ്ദേശമില്ല. തങ്ങളുടെ സൈന്യം ഇപ്പോൾ ഹിസ്ബുള്ളയെ അസ്ഥിരമായ അവസ്ഥയിലാക്കിയെന്നും ഈ നിമിഷം അവിടെ നിന്നും ഇനി വരാനുള്ള മിസൈലുകളുടെ ഭീഷണിക്ക് അവസാനമുണ്ടാക്കണമെന്നും ഇസ്രായേൽ ചിന്തിക്കുന്നു. ചുരുക്കത്തിൽ ഒരു തിരിച്ചടിക്കിന് ഹിസ്ബുള്ളയ്ക്ക് അവസരം നൽകാതെ കീഴടക്കണം എന്നത് തന്നെയാണ് ഇസ്രായേലിന്റെ യുദ്ധതന്ത്രം. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.